ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഞണ്ട് ക്ലീൻ ചെയ്യണതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ക്രാബ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ക്രാബ് ക്ലീനിങ് മാത്രമാണ് കാണിക്കണത്. നമ്മൾ കുക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ വീഡിയോ ലെങ്തായിട്ട് മാറും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ക്രാബ് ക്ലീനിങ് പലർക്കും അറിയണുണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പം ഞാനിവിടെ 1 കിലോ ക്രാബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കണം. അപ്പോൾ അതിൽ നിറയെ കരടും മണലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക. എനിക്കിവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്രാബാണ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം തന്നെ ഒരു ക്രാബ് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ വലിയ കാലുണ്ടല്ലോ, അത് ആദ്യം തന്നെ നമുക്ക് കൈ വെച്ചൊന്ന് തിരിച്ച് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് മീഡിയം സൈസിലുള്ള ഞണ്ടായ കാരണം ഈ മുമ്പിലത്തെ ഈ കാലിൽ അധികം ഫ്ലഷ് ഒന്നും ഉണ്ടാവില്ല, മാംസമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഈ കാല് നമുക്ക് കറി വയ്ക്കാനായിട്ട് എടുക്കാം. അപ്പം നമുക്കിതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെറിയ കാലുകളുണ്ടല്ലോ, അതിൽ മാംസം ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇതുപോലെ തന്നെ കൈകൊണ്ട് പിരിച്ച് എടുത്ത് കളയാം. അത് വേസ്റ്റാണ്, അത് വേസ്റ്റിലേക്ക് ഇടാം നമുക്ക്. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കുക, അതും നമുക്ക് വേസ്റ്റിലേക്ക് ഇടണം. ഇനി നമുക്ക് ഈ ഷെല്ല്, അതും നമുക്ക് വേസ്റ്റാണ്, അതും കളയാനുള്ളതാണ്. അത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് അടർത്തിയെടുത്താൽ അതിങ്ങോട്ട് പോരും. അല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചൊന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് പിക്കി കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു പൂവുണ്ട്, അതൊക്കെ നമ്മൾ എടുത്ത് കളയണം. പിന്നെ ഈ നടുവിൽ ക്രീം കളറിലോ മഞ്ഞ കളറിലോ ഒരു ഇത് പൊന്ന് എന്നാണ് അതിനെ പറയുക, അത് നമ്മൾ കൈകൊണ്ട് എടുത്ത് കളയുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നമുക്ക് വിരലുകൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് വിരലുകൊണ്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഞണ്ടിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ നടുവിൽ കത്രിക വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ചെറിയതായതുകൊണ്ട് ഇതങ്ങനെ ഇടുകയാണ്. അപ്പം ഞാൻ വേറൊരു ഞണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പിലുള്ള 2 വലിയ കാലുകൾ നമുക്ക് കൈ കൊണ്ട് ഒന്ന് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ തിരിച്ച് വലിച്ചെടുക്കുക. ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഈ തുമ്പത്തുള്ള മൊനയൊക്കെ കൊള്ളാണ്ട് നോക്കണം. അതൊക്കെ ഭയങ്കര മൂർച്ചയുള്ളതാണ്. നമുക്ക് ഈ ചെറിയ കാലുകൾ ഇതേപോലെ തിരിച്ച് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ തിരിക്കാനും അങ്ങനെ പൊട്ടിച്ചെടുക്കാനും പ്രയാസമുള്ളവർ ഒരു കത്തി വെച്ചിട്ടാനും പൊട്ടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ ഈ ഭാഗം അത് വേണമെങ്കിൽ തനിയെ പൊട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ആ തൊണ്ടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് അടർത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു കിട്ടും. അതും നമുക്ക് കളയാനുള്ളതാണ്. അതുപോലെ ഇവിടെ ഒരു പൂ പോലെയുള്ള ഒരു സാധനമുണ്ട്, അതും നമുക്ക് കളയാനുള്ളതാണ്. പിന്നെ നടുവിൽ ഒരു ക്രീമോ അല്ലെങ്കിൽ മഞ്ഞ കളറിലൊക്കെ ഇരിക്കണ പൊന്ന് എന്ന് പറയും, അത് നമുക്ക് കളയാം. ചിലവരൊക്കെ ഈ പൊന്ന് കറി വയ്ക്കാനായിട്ട് എടുക്കും. ഞാനിത് കളയുകയാണ് ചെയ്യുക. അപ്പം നല്ലോണം ഇത് ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് വിരലുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ നടുവിലത്തെ ഇതൊക്കെ വിരൽ വെച്ചൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. ഇത് വേണമെങ്കിൽ ഒന്നിച്ച് ഇതേപോലെ ആക്കിയിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിൽ വലിയ ഞണ്ടിൻ്റെ കാലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഞണ്ടിൻ്റെ കാലുകൾ ഇത്ര വലുതാണ് ഉണ്ടാവുക. നമുക്ക് ഇതിൽ നല്ലോണം മാംസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് നടുവ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കാലിൻ്റെ മുമ്പിലുള്ള ഈ ഇതുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കൈമ കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദന എടുക്കും. അപ്പോൾ അത് നമുക്ക് കറി വയ്ക്കുമ്പോൾ അത് വേണ്ട, അത് കട്ട് ചെയ്ത് കളയണം. അത് ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത് കിട്ടാനായിട്ട് ഇത്തിരി വിഷമാണ് കേട്ടോ. ചിലത് പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കത്രിക വെച്ചിട്ട് നല്ല കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ. അപ്പോൾ കൈ കൊണ്ട് ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വലിയതൊക്കെ ആകുമ്പോൾ ഇത്തിരി വിഷമം ഉണ്ടാവും കട്ട് ചെയ്തെടുക്കാൻ. എന്നാലും അത്ര കുഴപ്പമൊന്നുമില്ല. അത് കയ്യുമ്പോൾ കൊള്ളുമ്പോൾ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഞണ്ടും ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അവസാനത്തെ ഞണ്ട് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഞണ്ട് ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ വല്ലാണ്ട് ലെങ്തായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിനി വീഡിയോസ് ഇടാനും മുന്നോട്ട് പോകാനും ആയിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.